നാം നിലകൊള്ളുന്നത്. അള്ളാഹുവിൻ്റെ മാസമായ മുഹറം ഒരുപാട് ചരിത്ര സാക്ഷ്യങ്ങൾക്ക്, ഒരുപാട് ചരിത്രങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മാസമാണ്. പരിശുദ്ധരായ മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് തന്നെ മുഹറമത്തിന് ഒരുപാട് കഥകൾ പറയാനുണ്ട്, ചരിത്രങ്ങൾ പറയാനുണ്ട്. ഹിജ്റ വർഷത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയിലാണ് നാം ഏവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ആയതുകൊണ്ട് തന്നെ ഈ 10 ദിവസം വലിയ മഹത്വം കൽപ്പിക്കുന്നുണ്ട്. മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾക്ക് വലിയ മഹത്വമുണ്ട്. 2-3 ദിവസങ്ങൾ നമ്മോട് വിട പറഞ്ഞു. ഇനിയുള്ള ദിവസങ്ങളെങ്കിലും നാം അതിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. പരിശുദ്ധമായിരിക്കുന്ന ഇസ്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സംവിധാനിച്ചത് ഒരുപാട് പ്രവർത്തനങ്ങൾ, ഒരുപാട് ഇബാദത്തുകൾ ചെയ്യുവാനുള്ള സാഹചര്യം നമുക്ക് ഒരുക്കി തരുന്നത് നാം അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് തിന്മകൾക്ക് അടിമപ്പെട്ടു പോകാറുണ്ട്. ആയതുകൊണ്ട് തന്നെ പരിശുദ്ധമായിരിക്കുന്ന ദിവസങ്ങളും മാസങ്ങളും നമുക്ക് നൽകിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം നൽകാനുള്ള ഒരു മാർഗമായി നൽകുകയാണ്. 3-10 ദിവസങ്ങൾ വലിയ മഹത്വമുള്ളതാണെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായിരിക്കുന്ന അബൂ ഉസ്മാൻ അൽ ഹദീർ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, കാനു യുഅല്ലിമൂന 3 അശറാത്ത്, 3-10 ദിനങ്ങൾ വലിയ ബഹുമാനം കൽപ്പിക്കുന്നുണ്ട്. അൽ അശ്റുൽ അഖീറു മിൻ റമളാൻ, 1 റമളാനിലെ അവസാനത്തെ 10 ദിനങ്ങളാണ്. വൽ അശ്റുൽ അവ്വലു മിൻ ദുൽഹിജ്ജ, 2 ദുൽഹിജ്ജ മാസത്തിലെ 10 ദിനങ്ങളാണ്. അതുപോലെ തന്നെ വൽ അശ്റുൽ അവ്വലു മിൻ മുഹറം, പരിശുദ്ധമായിരിക്കുന്ന മുഹറമിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ. ഇങ്ങനെ 3-10 ദിനങ്ങൾക്ക് വലിയ മഹത്വം, ആദരവ് കൽപ്പിക്കുന്നുണ്ട് എന്ന് മഹാനായിരിക്കുന്ന അബൂ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായതിലൂടെ തന്നെ ചരിത്രത്തിൽ ഇടം നേടിയ മഹാദിനങ്ങളാണ് ഈ 10 ദിനങ്ങൾ. അതിൽ പ്രധാനമാണ് ബനു ഇസ്രായേലരുടെ തൗബ. അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തവരായിരുന്നു അവർ. അവർക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് അവർ നന്ദികേട് കാണിച്ചു. വിശുദ്ധമായ ഖുർആൻ ആ സംഭവം വിവരിക്കുന്നുണ്ട്. സൂറത്തുൽ മാഇദയിൽ കാണാം, അതുപോലെ സൂറത്തുൽ ബഖറയിൽ കാണാം ആ സംഭവങ്ങൾ വിശദീകരിക്കുന്നതായി. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറയുന്നു, യാ ബനി ഇസ്രായീൽ അദ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും വഔഫു ബിഅഹ്ദി ഊഫി ബിഅഹ്ദിക്കും വഇയ്യായ ഫർഹബൂൻ. വിശദീകരണത്തിലേക്ക് കടക്കുകയല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ബനു ഇസ്രായീലുകളോട് പറഞ്ഞു, എന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഓർമ്മപ്പെടുത്തി. മറ്റൊരു സൂക്തത്തിൽ, സൂറത്തിൽ അല്ലാഹു പറയുന്നു, ഇദ ഖാല മൂസ ലിഖൗമിഹി യാ ഖൗമി ഉദ്കുറൂ നിഅമതല്ലാഹി അലൈക്കും ഇദ ജഅല ഫീകും അംബിയാ വജഅലകും മുലൂക വഅതാകും മാ ലം യുഅതി അഹദൻ മിനൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു ആയത്തിലൂടെ പഠിപ്പിക്കുകയാണ്, തന്റെ സമുദായത്തിനോട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ സമയം, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർക്കണം. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അംബിയ മുർസലുകളെ നൽകി, നിങ്ങൾക്ക് രാജാധികാരം നൽകി. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കണമേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല
ബനു ഇസ്രായേലിനോട് പറയുകയാണ്. അള്ളാഹു ബനി ഇസ്രായേലിക്ക് ചെയ്ത അനുഗ്രഹങ്ങളൊക്കെ പറ്റി മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. മിൻ നിഅമത്തില്ലാഹി അലാ ബനി ഇസ്രായീൽ അന്നുജാഹും മിൻ ആലി ഫിർഔൻ വളുലി അലൈഹിം ഫി ഫിത്തിൽ ഗമാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ബനി ഇസ്രായേലിൽക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് റംസീസ് രണ്ടാമൻ എന്നറിയപ്പെടുന്ന ഫറോവ ചക്രവർത്തിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയതാണ്. വഅൻസല അലൈഹിൽ മന്ന വസ്സൽവ്, അതുപോലെ വെണ്ണയും കാടയിറച്ചിയും അവർക്ക് നൽകി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശലോകത്ത് നിന്ന് ഇറക്കി കൊടുത്തു. ഇങ്ങനെ തുടങ്ങി ഒരുപാട് അനുഗ്രഹങ്ങൾ ബനു ഇസ്രായേലുകൾക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. ഇത്രയും ചെയ്തിട്ടും അവർ ഈ നിഅമത്തുകൾക്ക് നന്ദി കാണിക്കാതെ നിഷേധിക്കുന്നവരായി ആകാശത്തുനിന്ന് പരിശുദ്ധമായിരിക്കുന്ന കട്ടിത്തേനും കാടപ്പക്ഷിയും ഇറക്കി കൊടുത്തിട്ട് പോലും അവർ അതൊന്നും അനുഗ്രഹങ്ങൾക്കൊന്നും നന്ദി കാണിക്കാതെ ജീവിക്കുകയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അതുപോലെ തന്നെ പച്ചക്കറികൾ നൽകി എന്ന് വിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്. ഇതൊക്കെ അവർ നിഷേധിക്കുകയാണ് ചെയ്തത്. പട്ടണത്തിലേക്ക് വിനയത്തോടെ പാപമോചനം തേടിക്കൊണ്ട് പ്രവേശിക്കാൻ പറഞ്ഞു. അതിന് പകരമായി അവർ പിന്നെ അവർക്ക് നൽകിയതായിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദികേട് കാണിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകപ്പെട്ട ഒരു വിഭാഗമാണ് ബനു ഇസ്രായേലുകാർ. നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ബനു ഇസ്രായേലിയരെ പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദികേട് കാണിക്കുന്നവരായി നമുക്ക് മറ്റാരെയും കാണാൻ കഴിയുകയില്ല. കാരണം ഒരുപാട് നന്മകൾ അവർക്ക് ചെയ്തു, ഒരുപാട് അനുഗ്രഹങ്ങൾ അവർക്ക് ചെയ്തു. നമ്മൾ പലപ്പോഴും നല്ലതിന് പകരം ചീത്തയെ തിരഞ്ഞെടുക്കുന്നു. അതിനുദാഹരണമാണ് പരിശുദ്ധ ഖുർആനിനെ മാറ്റിവെച്ച് നമ്മൾ നെറ്റിലേക്കും ഫോണിലേക്കും മൊബൈലിലേക്കും എല്ലാം തിരിയുന്നത്. ഖുർആനിന് എതിരെയും പ്രതിഷേധമുണ്ടാക്കിയിട്ടുണ്ടവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധമായ ഖുർആൻ നമുക്ക് നൽകിയത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്താണ് വിശുദ്ധമായ ഖുർആൻ. അതിനെപ്പോലും നന്ദികേടോടെ കാണുക എന്നുള്ളത് വലിയ നന്ദികേട് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം നന്ദികെട്ട വിഭാഗത്തിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മുത്തുമുഅ്മിനീങ്ങളെ, പരിശുദ്ധമായിരിക്കുന്ന ഈ മുഹറം മാസം അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ മാസമാണ്. അല്ലാഹുവിന്റെ മാസമായ ഈ പരിശുദ്ധമായ മുഹറം മാസത്തെ നാം അവൻ നൽകിയ ആദരവുകൾ കൽപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. അല്ലാഹു നൽകിയ ഒരു അനുഗ്രഹവും നിസ്സാരമല്ല. നമ്മുടെ ശരീരം തന്നെ നോക്ക്, എത്രയോ അനുഗ്രഹങ്ങൾ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ ശരീരം. ഒരു മിനിറ്റിൽ 72 തവണ നമ്മുടെ ഹൃദയം ഇങ്ങനെ ഇടിക്കുന്നുണ്ട്. മാതാവിന്റെ ഗർഭാശയം മുതൽ തുടങ്ങിയിരിക്കുന്ന പ്രവർത്തനമാണിത്. ഒരേ സമയം 75 ട്രില്യൺ അഥവാ 75,500 കോടി കോശങ്ങളിലേക്ക് രക്തം പമ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന്. 60 വയസ്സായ ഒരു വ്യക്തിയുടെ ഇതുവരെയുള്ള ജീവിതത്തിൽ 10,000 ഓയിൽ ടാങ്കറുകളിൽ നിറക്കുന്ന രീതിയിൽ രക്തം ഇതുവരെ പമ്പ് ചെയ്തു കഴിഞ്ഞു. നാം വളരെ കൃത്യമായി മനസ്സിലാക്കണം, ഇത് ഒരാളുടെ ശരീരത്തിന്റെ അവസ്ഥയാണ്. 900 കോടി ജനങ്ങൾ ഇന്ന് ഭൂമിക്ക് മുകളിലുണ്ട്. ധാരാളം ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങൾ ഒന്നും നിലക്കാതെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രക്തക്കുഴലിന്റെ നീളം 90,600 കിലോമീറ്ററാണ്. ഭൂമിയുടെ ആകെ ചുറ്റളവ് 4,705 കിലോമീറ്ററാണ്. ഒരൊറ്റ ശരീരത്തിലെ രക്തക്കുഴലുകൾക്ക് ഭൂമിയേക്കാൾ 2 ഇരട്ടി വലുപ്പമുണ്ടെന്ന് സാരം. അള്ളാഹു നൽകിയ അനുഗ്രഹം നഷ്ടപ്പെടുന്നത് വലിയ നാശത്തിന് കാരണമാകും. ഒരു 5 സെക്കൻഡ് നേരം ഭൂമിയിൽ ഓക്സിജൻ പമ്പ് ചെയ്യുമ്പോൾ ആ ഓക്സിജൻ ഇല്ലാതെയായാൽ എന്ത് സംഭവിക്കും? മരണപ്പെട്ടു പോകുന്നതായിരിക്കും അവരുടെ ശരീരം. അവൻ അങ്ങനെയാണ് മരണത്തിന് അടിമപ്പെടുന്നത്. നമ്മുടെ ചിന്ത എന്താണ്? മരണം സംഭവിക്കുകയില്ല എന്ന ചിന്തയാണ് നമുക്കുള്ളത്. കാരണം 30 സെക്കൻഡുകൾ വരെ ഓക്സിജൻ ഇല്ലാതെ തന്നെ മനുഷ്യന് ജീവിക്കാൻ സാധിക്കും. പക്ഷേ
ലോകത്ത് വലിയ മാറ്റങ്ങൾ സംഭവിക്കും. ഗോപുരങ്ങൾ, ഡാമുകൾ, കോൺക്രീറ്റ് കെട്ടിടങ്ങളെല്ലാം തകർന്നടിയും. കാരണം കോൺക്രീറ്റിന്റെ തന്മാത്രകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബൈൻഡിങ് ഏജന്റ് ആണ് ഓക്സിജൻ എന്ന് പറയുന്നത്. തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബൈൻഡിങ് ഏജന്റ് ആണ് ഓക്സിജൻ എന്ന് പറയുന്നത്. അതില്ലാണ്ടായി കഴിഞ്ഞാൽ കട്ടകൾ പൊടിപൊടിയായി തീരുന്നു, ലോഹങ്ങൾ വിഘടിക്കുന്നു. ലോഹങ്ങൾ തമ്മിൽ ഉദയാതെ നിലകൊള്ളുന്ന ഓക്സിലൈസേഷൻ എന്ന് പറയുന്ന ഈ പ്രവർത്തനം ഓക്സിജൻ വഴിയാണ് വരുന്നത്. നേരിട്ട് സൂര്യതാപം നമുക്ക് ഏൽക്കും. ചെവിയിലെ അസ്ഥി ഏറ്റവും ചെറിയ അസ്ഥിയാണ്, അത് പൊട്ടിപ്പോകും. ഒരാൾ കടലിൽ 2000 മീറ്റർ ആഴത്തിലെത്തുന്നതിന് തുല്യമായിരിക്കും. അന്ന് ഭൂമിയിലുള്ളവരുടെ അവസ്ഥ തീയുണ്ടാവുകയില്ല. വൈദ്യുതി വാഹനമല്ലാത്ത എല്ലാ വാഹനവും പ്രവർത്തനരഹിതമായിരിക്കും. വിമാനങ്ങൾ താഴെ വീഴും, ആകാശം ഇരുളും, ഭൂമിയുടെ ഉപരിതലം തകരും. കാരണം ഭൂമിയുടെ ഉപരിതലം 45% ഓക്സിജനാണ്. അതുകൊണ്ടുതന്നെ ഈ അനുഗ്രഹങ്ങൾ നിലനിന്ന് കിട്ടുക മാത്രമല്ല, അത് വിശാലമാവുകയും ചെയ്യേണ്ടതുണ്ട്. ഒരു അനുഗ്രഹം വിശാലമാകുമ്പോൾ മാത്രമാണ് അനുഗ്രഹത്തിന്റെ പേരിൽ നാം അള്ളാഹുവിനോട് നന്ദി സ്വീകരിക്കപ്പെട്ടു എന്ന് മനസ്സിലാകുന്നത്. ലഇൻ ശകർതും ലഅസീദന്നകും എന്ന് വിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്. നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അത് വർദ്ധിപ്പിച്ചു തരും. അനുഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് റിസ്ക് വിശാലമാക്കുക എന്നുള്ളത്, നമ്മുടെ ഉപജീവനം വിശാലമാക്കി തരുക എന്നുള്ളത്. എന്താണ് റിസ്ക്? സാധാരണ റിസ്കിന് ആഹാരം എന്ന് പറയാറുണ്ടെങ്കിലും ഓരോ മനുഷ്യന് പ്രയോജനപ്രദമാകുന്ന സകല കാര്യങ്ങളുടെയും പേരാണ് റിസ്ക് എന്ന് പറയുന്നത്. റിസ്ക് വിശാലമാകാൻ വേണ്ടി ചില മാർഗങ്ങൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഒന്നാണ് കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത്. അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു له قال رسول الله صلى الله عليه وسلم من أحب أن يبسط له في رزقه وأن ينسأ له في أثره فليصل رحمه. ബന്ധങ്ങൾ അറ്റുപോകുന്നതിനെ അങ്ങേയറ്റം ഭയപ്പെടേണ്ടതുണ്ട്. ഒരാൾക്ക് ദീർഘായുസ് ലഭിക്കണമെന്നും ഭക്ഷണത്തിൽ റിസ്കിൽ അതായത് ഉപജീവന മാർഗത്തിൽ ഒരാൾക്ക് വിശാലത ലഭിക്കണമെന്നും ആഗ്രഹമുണ്ടെങ്കിൽ, ഇഷ്ടമുണ്ടെങ്കിൽ അവൻ അവന്റെ കുടുംബബന്ധത്തെ ചേർത്തുകൊള്ളട്ടെ എന്ന് ലോകത്തിന്റെ നായകൻ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ബന്ധങ്ങൾ അറ്റുപോകുന്നതിനെ അങ്ങേയറ്റം ഭയപ്പെടേണ്ടതുണ്ട്. കാരണം നബി ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ സദസ്സിൽ നിന്ന് പോലും കുടുംബബന്ധം മുറിച്ചു കഴിഞ്ഞവരെ സ്വഹാബിയായ ഒരു മനുഷ്യനെ പുറത്താക്കിയ ചരിത്രമുണ്ട്. കാരണം കുടുംബബന്ധം മുറിച്ചവരുള്ള സദസ്സിലേക്ക് അള്ളാഹുവിനോട് ചെയ്യുന്ന ദുആ പോലും സ്വീകരിക്കപ്പെടുകയില്ല. അതുകൊണ്ട് കുടുംബബന്ധം നാം വളരെ കൃത്യമായി മനസ്സിലാക്കണം, അത് പുലർത്തേണ്ടതുണ്ട്. ആരെ മുറിക്കുന്നുവോ ആ മുറിക്കുന്നവരെയൊക്കെ ബന്ധം പുലർത്തിക്കൊണ്ട് മുറിക്കാത്ത രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ ഞാനും നിങ്ങളും തയ്യാറാകണം. കുടുംബബന്ധം മുറിക്കുന്നവരുള്ള സ്ഥലത്ത് ഒരു മഹല്ലിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് പോലും ഇറങ്ങുകയില്ലെന്ന് കാണാം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. രണ്ടാമതായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് റിസ്ക് വിശാലമാകാൻ ഖുൽ ഇന്ന റബ്ബി യബ്സുത്തുർ റിസ്ഖ ലിമൻ യശാഉ മിൻ ഇബാദിഹി വയഖ്ദിറു ലഹു വമാ അൻഫഖ്തും മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫുഹു വഹുവ ഖൈറുർ റാസിഖീൻ. രണ്ടാമതായ ഉപാധി പറയുന്നത് സ്വതക്കയാണ്. നാം ചെയ്യുന്ന സ്വതക്ക, ആ സ്വതക്ക കാരണത്താൽ നമ്മുടെ റിസ്ക് വിശാലമാകുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അത് പരിശുദ്ധമായ ഖുർആനിലൂടെ തന്നെ അള്ളാഹു പറഞ്ഞ വിഷയം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ അസ്വദഖത്തു റദ്ദുൽ ബലായ, ഏത് ആപത്ത് മുസീബത്തുകളെ തടുക്കുവാനുമുള്ള ഏറ്റവും വലിയ ഒറ്റമൂലിയാണ് സ്വതക്ക ചെയ്യുക എന്നുള്ളത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ സമ്പത്ത് അത് നല്ല നിലയിൽ ചെലവഴിക്കാൻ, നല്ല വഴിയിൽ ചെലവഴിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകേണ്ടതുണ്ട്. അതുകൊണ്ട് നാം
ഈ ആഴ്ചയിൽ നമ്മുടെ ബക്കറ്റ് നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോ ഒരു മുഅല്ലിമിന്റെ എന്ന വിഷയത്തിൽ എന്ന ഫണ്ടിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീന് പഠിപ്പിക്കുന്ന സാധുക്കളായ മുഅല്ലിമീങ്ങളെ സഹായിക്കാൻ, വയസ്സായിരിക്കുന്ന മുഅല്ലിമീങ്ങളെ സഹായിക്കാൻ എന്റെ വക ഇത്ര സംഖ്യ ഞാൻ ബക്കറ്റിൽ നിക്ഷേപിക്കുന്നു. ഒരിക്കലും തന്നെ അത് നിങ്ങൾക്ക് വെറുതെയാവുകയില്ല. അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ബക്കറ്റ് വരുമ്പോ അതിനുവേണ്ടി നിങ്ങൾ അകമഴിഞ്ഞ് സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യണമെന്ന് ഈ സമയത്ത് നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ധാരാളം ആളുകൾ നമ്മൾക്കിടയിൽ ജീവിക്കുന്നുണ്ട്. സമൂഹം പൊതുവെ ചില ആളുകളെ, ചില പ്രസ്ഥാനങ്ങളെ, ചില സ്ഥാപനങ്ങളെ നാട്ടിലെ ആസ്ഥാന ദാരിദ്ര്യ വകുപ്പിൽപ്പെടുത്തിയിട്ടുണ്ട്. അവർക്കെല്ലാ ഭാഗത്തു നിന്നും ഒരുപാട് സഹായങ്ങൾ ലഭിക്കും. പക്ഷേ അതിനേക്കാൾ എത്രയോ ആളുകൾ വീടിനുള്ളിൽ പട്ടിണിയായി കഴിയുന്നവരുണ്ട്. വലിയ വീട് വെച്ചിട്ടുണ്ടാകും, പക്ഷേ അതിന്റെ ഉള്ളിൽ തീ പുകയ്ക്കുന്നുണ്ടാവുകയില്ല. ആ രീതിയിൽ വലിയ വീടാണെങ്കിലും ദരിദ്രത്തിന്റെ പടുകുഴിയിലേക്ക് വീണ ആ വ്യക്തിയെ നാം കാണാറില്ല, അദ്ദേഹത്തിനെ നാം ശ്രദ്ധിക്കാറില്ല, അദ്ദേഹത്തെ കുറിച്ച് നാം ചിന്തിക്കാറില്ല, അങ്ങോട്ട് സഹായഹസ്തങ്ങൾ കൊടുക്കാറില്ല. നാം വളരെ ചിന്തിക്കേണ്ട വിഷയമാണ്. എത്രയോ പ്രവാസികൾ പ്രവാസ ലോകത്ത് നിന്ന് അവിടെ നിന്നെല്ലാം നിർത്തി നാട്ടിലേക്ക് വന്ന് വലിയ വീടുണ്ട്, പക്ഷേ അതിന്റെ ഉള്ളിലുള്ള അവസ്ഥ എന്താണെന്ന് നാം ചിന്തിക്കാറില്ല. കാരണം അവൻ പ്രവാസിയല്ലേ, അവനക്കൊരു ഒരുപാട് സമ്പത്ത് അവർ ചെലവഴിച്ചിട്ടുണ്ട്, അതുകൊണ്ടല്ലേ ഇത്ര വലിയ കൊട്ടാരം പടുത്തുയർത്തിയത് എന്ന് നാം ചിന്തിക്കാറുണ്ട്. പക്ഷേ അവരുടെ ഉള്ളെന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. നാം വളരെ കൃത്യമായി അവരുമായി ബന്ധപ്പെട്ട് അവരുമായി സംസാരിച്ചു നോക്കിയാൽ ഒരുപാട് പ്രയാസങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകുന്നവരായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം പ്രവാസ ലോകത്ത് ജീവിക്കുന്നവർക്ക് അല്ലാഹു ഖൈറും ബർക്കത്തും ഏറ്റി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. സ്വതക്ക ചെയ്യൽ ഒരിക്കലും നാം വിളിച്ചു പറയരുത്, ഞാൻ ഇത്ര ചെയ്തു, ഞാൻ അവർക്ക് ഇത്ര കൊടുത്തു എന്നൊക്കെ വിളിച്ചു പറയുന്നത് അത്ര വലിയ നല്ല കാര്യമൊന്നുമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ മുത്തുമുഅ്മിനീങ്ങളെ, സ്വതക്ക എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല, മരണപ്പെട്ടു പോയവർക്ക് വേണ്ടിയും ഹദിയ ചെയ്യണം. തന്റെ ഉമ്മയുടെ, തന്റെ ഉപ്പയുടെ, തന്റെ വല്യപ്പയുടെ, തന്റെ വല്യമ്മയുടെ പാരത്രിക മോക്ഷത്തിനായി തന്റെ കിണർ കുഴിച്ചു കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ മറ്റോ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്വതക്കുകൾ, നിലനിൽക്കുന്ന സ്വതക്കുകൾ നാം ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ ഉപകാരമായിരിക്കും. മഹാനായിരിക്കുന്ന സഅദ് റളിയല്ലാഹു അൻഹു തന്റെ ഉമ്മയുടെ പാരത്രിക മോക്ഷത്തിന് വേണ്ടി കിണർ കുഴിച്ച സംഭവം ചരിത്രത്തിൽ ഉല്ലോകനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. നാം മനസ്സിലാക്കണം, അതുപോലെയുള്ള സ്വതക്കുകൾ നാം ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുത്തുമുഅ്മിനീങ്ങളെ, വരുന്ന ചൊവ്വ ബുധൻ ദിവസങ്ങൾ മുഹറം 9, 10 ദിവസങ്ങളാണ്. മുഹറം 10 ഇഫ്താർ വിശാലമാക്കുക എന്നുള്ളത് വലിയ ഖൈറാണ്. കുടുംബത്തിന് വിശാലത നൽകുക എന്നുള്ളത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. അത് മുഹറം 10 അന്ന് കുടുംബത്തിൽ വിശാലത ചെയ്തു കഴിഞ്ഞാൽ, ഭക്ഷണമോ മറ്റോ കാര്യങ്ങൾ കൊണ്ട് വിശാലത ചെയ്തു കഴിഞ്ഞാൽ ആ വർഷം മുഴുവനും ബറക്കത്തായിരിക്കും അവന്റെ ജീവിതമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മുഹറം 9-നും 10-നും നാം നോമ്പനുഷ്ഠിക്കുക. മുഹറം 10-ന് നാം ഒക്കെ നോമ്പനുഷ്ഠിക്കാറുണ്ട്. വലിയ മഹത്വമാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് തന്റെ സ്വഹാബാക്കൾ പറഞ്ഞപ്പോ മുഹറം 10 അന്ന് യഹൂദികളും മൂസാ നബിയുടെ സമുദായത്തിന്റെ ആളുകളും അവരെ രക്ഷപ്പെടുത്തിയ കാരണത്താൽ അവർ നോമ്പനുഷ്ഠിക്കുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ മുഹറം 9-നും നോമ്പനുഷ്ഠിക്കുമെന്ന് മുത്തനബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മുഹറം 9 വരുന്ന ചൊവ്വാഴ്ചയും മുഹറം 10 വരുന്ന ബുധനാഴ്ചയുമാണ്. അതുപോലെ മുഹറം 11-ന്റെ അന്നും നോമ്പ് നോക്കൽ സുന്നത്തുണ്ട്, മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ഞാനും നിങ്ങളും തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഹറമിന്റെ നോമ്പ് കൊണ്ട് കഴിഞ്ഞുപോയ വർഷത്തെ പാപങ്ങളെ പൊറുപ്പിക്കുന്ന വലിയ അമലാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയം നാം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ഞാൻ നിങ്ങളും തയ്യാറാകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്